നമ്മളിവിടെ ഒരു 15.5 ഇഞ്ചിൻ്റെ സ്ലീവ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ തയ്യൽ തുമ്പ് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ടുണ്ട്. ഇവിടെയും 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ടുണ്ട്. സ്കാലപ്പ് മോഡൽ വരുന്ന സ്ലീവാണ്. അപ്പോൾ നമ്മളിവിടെ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു 4 ഇഞ്ച് ഈ അടയാളപ്പെടുത്തിയിട്ടുള്ള ലൈനിൽ നിന്ന് ഒരു 4 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് ഇവിടെ തുമ്പിന് വേണ്ടി ഒരു 1/2 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഈ ലൈനിന് ശേഷം 1 ഇഞ്ച് ലെന്തിൽ 1.5 ഇഞ്ച് ലെന്തിൽ 1 ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ച്, ഞാനിപ്പോൾ ഇവിടെ 1.5 ഇഞ്ച് ലെന്താണ് എടുത്തിട്ടുള്ളത്, ഒരു വര കൊടുക്കുക. ഇനി നമ്മളിതിന് ഇവിടെ വെച്ച് കട്ട് ചെയ്തെടുക്കുക. നമ്മളിവിടെ ഒരു സ്റ്റിപ്പ് എടുക്കുക. സ്റ്റിപ്പ് എടുത്തിട്ട് ഇവിടെ നിന്ന് 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ഒരു ലൈൻ അടയാളപ്പെടുത്തി കൊടുക്കുക. 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. സ്ലീവിൻ്റെ ലെന്ത് അടയാളപ്പെടുത്താൻ വേണ്ടി സ്റ്റിപ്പിൻ്റെ പുറത്തേക്ക് സ്ലീവ് ഇതുപോലെ ഒന്ന് എടുത്ത് വയ്ക്കുക. എന്നിട്ട് ഒരു 1-1.5 ഇഞ്ച് ഗ്യാപ്പിൽ ഇതുപോലെ ഒന്നും കൂടി ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. ഈ ലൈൻ ഒന്ന് ചേർത്ത് വരച്ചതിന് ശേഷം ഇവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ഒരു ലൈനും കൂടി കൊടുക്കുക. ഈ ഒരു ഹൈറ്റിൽ ഒന്ന് വരച്ചെടുക്കുക. എനിക്ക് സ്കാലപ്പ് സ്കെയിലില്ല, അപ്പോൾ നമ്മളിതുപോലൊരു കാർഡ്ബോർഡ് എടുത്തിട്ട് കട്ടിയുള്ള ഒരു കാർഡ്ബോർഡ് എടുത്തിട്ട് ഇതിങ്ങനെ രണ്ടായിട്ടൊന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് 1 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക. 1 ഇഞ്ച് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. ഈ സെൻറ്ററിൽ നിന്ന് 1 ഇഞ്ച് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. ഇങ്ങനെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. ഇതിപ്പോൾ 1 ഇഞ്ചിൻ്റെ അടയാളപ്പെടുത്തി കൊടുത്തതുകൊണ്ട് 2 ഇഞ്ച് അളവിലുള്ള ഒരു സ്കാലപ്പാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് ചരിച്ച് വരച്ച് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് നല്ലൊരു സ്കാലപ്പ് കിട്ടും. ഇതിൻ്റെ സെൻറ്റർ ഇങ്ങനെ എടുത്ത് സെൻറ്റർ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. ഇനി ഇതൊന്ന് രണ്ടായിട്ട് മടക്കിയിട്ട് ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. ഇത് കഴിഞ്ഞിട്ട് ഈ സ്കാലപ്പിൻ്റെ സെൻറ്ററിലായിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് നമുക്ക് 2 സൈഡിലത്തേക്കായിട്ട് ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കുക. ഇതുപോലെ 2 സൈഡിലും വരച്ചെടുക്കുക. സ്കാലപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിങ്ങനെ ഓരോന്നായിട്ട് വളരെ സാവകാശം കട്ട് ചെയ്തെടുക്കാം. സ്കാലപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ട് തന്നെ നമുക്ക് സ്കാലപ്പ് കട്ട് ചെയ്തെടുത്തത് കിട്ടിയിട്ടുണ്ട്. ഒരു ലൈനിങ്ങിൻ്റെ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ സ്കാലപ്പ് വെച്ച് കൊടുത്തിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കാം. ഇത് പേപ്പർ സ്റ്റിപ്പ് ആയതുകൊണ്ടും എൻ്റെ അയൺ ബോക്സിൽ നല്ല ചൂടുള്ളതുകൊണ്ട് ഇത് ചുരുങ്ങി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാനൊന്ന് ഒരു തുണി എക്സ്ട്രാ മുകളിൽ വെച്ചിട്ടാണ് ഇതൊന്ന് അയൺ ചെയ്ത് കൊടുക്കുന്നത്. ഇത് മറുവശം കൂടി ജസ്റ്റ് ഒന്ന് അയൺ ചെയ്ത് വെച്ചെടുത്ത് നല്ല ഇതായിട്ട് വന്നോളും. ഇപ്പോൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന് നമുക്ക് മെയിൻ ക്ലോത്തിൽ വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാവേ. അപ്പോൾ ഇവിടെ ഇത്രയും വീതി നമുക്ക് ആവശ്യമില്ല, നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കട്ട് ചെയ്ത് മാറ്റാവേ. ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി ഇത് നമുക്ക് മെയിൻ ക്ലോത്തിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യാം. ഇവിടെയാണ് നമുക്ക് വേണ്ടത്. ഇത് നമ്മുടെ തയ്യൽ തുമ്പ്. നമ്മളിവിടെ 1 ഇഞ്ച് നമ്മൾ സ്കാലപ്പ് സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടി കൂടുതലായിട്ട് കൊടുത്തിട്ടുള്ള പാർട്ടാണ്.
സ്കാലപ്പ് വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വരയിൽ ഈ അടയാളപ്പെടുത്തിയിട്ടില്ലേ അര ഇഞ്ച്, ആ അര ഇഞ്ച് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. മനസ്സിലായോ? ഈ വരുന്ന അര ഇഞ്ച് ഈ ലൈനിൽ കട്ട് ചെയ്തിരിക്കണം. ഈ രീതിയിലാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. മെയിൻ ക്ലോത്തിൽ നമ്മൾ സ്കാലപ്പ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. വളരെ സാവകാശം സൂക്ഷിച്ച് കട്ട് ചെയ്തെടുക്കുക. ബാക്കി വരുന്ന ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ദേ ഇതുപോലെയാണ് ഇട്ടുള്ളത്. ഇനി നമുക്കിതിനെ ഒന്ന് തിരിച്ചെടുക്കാം. സ്റ്റിച്ചിങ് എല്ലാം നന്നായി പിടിച്ച് വെച്ച് ഒന്ന് അയൺ ചെയ്തെടുക്കുക. അയൺ ചെയ്തപ്പോൾ നല്ല ഫിനിഷിങ്ങിൽ കിട്ടിയിട്ടുണ്ട്. ഇനി സ്ലീവിൻ്റെ ബാക്കി വരുന്ന പാർട്ടാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അതിന് വേറൊരു കളർ ഫാബ്രിക്കും എടുത്തിട്ടുണ്ട്, ഒരു ലൈനിങ്ങും എടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടി ചേർത്ത് വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. തയ്യൽ തുമ്പ് ലൈനിങ്ങിൻ്റെ പുറത്ത് വരുന്ന രീതിയിൽ വെച്ചിട്ട് ലൈനിങ്ങിൻ്റെ പുറത്തുകൂടി ഒന്ന് പതിച്ചടിച്ചു കൊടുക്കുക. എക്സ്ട്രാ വരുന്ന ഭാഗമെല്ലാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയുക. കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ആ രണ്ട് സൈഡും കൂടി പിടിച്ചു വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി ഈ തയ്യൽ തുമ്പ് വരുന്ന ഭാഗത്താണ് നമ്മുടെ സ്ലീവിൻ്റെ സ്കാലപ്പ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. വളരെ സാവകാശം പതുക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ സ്കാലപ്പ് എല്ലാം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എക്സ്ട്രാ വരുന്ന ഭാഗങ്ങളെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. ഇതുപോലെയാണ് നമ്മുടെ സ്ലീവ് വരുന്നത്. നല്ല ഭംഗിയായിട്ടും ഫിനിഷായിട്ടും കിട്ടിയിട്ടുണ്ട്. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.